നിയോഗ പ്രാർത്ഥനയിൽ ഈ വർഷം തുടങ്ങിയപ്പോൾ സമർപ്പിച്ച 3 നിയോഗം ദൈവം അത് അനുഗ്രഹമായി അത്ഭുതമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ അൾത്താരയിൽ വച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും പേരുകൾക്ക് വേണ്ടി, അവരുടെ ആരോഗ്യം, ജീവിതം, വിദ്യാഭ്യാസം, പരീക്ഷ എല്ലാം അനുഗ്രഹമാകുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകും. ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും മാറി വരും. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നല്ലത് വരും, നന്മയായിട്ടുള്ളത് വെളിപ്പെട്ടു വരും. മഴ പെയ്യുമ്പോൾ മഴക്കാർ മാറി ആകാശം തെളിയുന്നത് പോലെ ജീവിതത്തിലെ ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളുടെ ഇരുട്ടും മാറി തെളിഞ്ഞ ആകാശം പോലെ ജീവിതവും തെളിയും. തെളിഞ്ഞ ആകാശം പോലെ ജീവിതവും തെളിഞ്ഞു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടെ, ഒരുപാട് പ്രാർത്ഥനയോടെ ഈ ദിവസം ഈ വചനം കേൾക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14 മുതലുള്ള വാക്യമാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഓരോ ദിവസവും വചനം കേൾക്കുന്ന നമുക്കും ഇതേ അനുഗ്രഹമാ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നത്. ഇങ്ങനെയാ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, 33-ാം അധ്യായം 14-ാമത്തെ വാക്യം, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ തന്നെ നിന്റെ കൂടെ വരും. ഓരോ ദിവസവും വചനം കേട്ട് ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവം തന്നെ നമ്മുടെ കൂടെ വരുന്ന അനുഭവമുണ്ട്. ദൈവം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന അനുഭവം. മോശയോട് ദൈവം പറയുക, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. 15-ാമത്തെ വാക്യം, മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഒറ്റയ്ക്ക് ഞങ്ങളെ പറഞ്ഞു വിടരുത്. അങ്ങ് ഞങ്ങളോടൊത്ത് വരണം. അങ്ങ് ഞങ്ങളോടൊത്ത് വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ ശക്തി, ആ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ നിൽക്കാൻ തുടങ്ങും. നമ്മുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ അധ്വാനങ്ങളിൽ ദൈവസാന്നിധ്യം കൂടെ നിൽക്കും. മോശ പറയുവാണ്, അങ്ങ് ഞങ്ങളോട് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുത്. നമ്മളും ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ പറയണം, കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ അയക്കണമേ, എൻ്റെ കുടുംബത്തിനൊപ്പം നിർത്തണമേ, അങ്ങ് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ മടുത്തു പോകുന്നു, തളർന്നു പോകുന്നു, പല സ്ഥലത്തും പരാജയപ്പെട്ടു പോകുന്നു, നിരാശയിലേക്ക് താണു പോകുന്നു. അങ്ങ് ഞങ്ങളോട്